പോകാനായിട്ട് ബാങ്ക് സർക്കാർ സബ്സിഡി കൊടുത്ത് വിടുന്നുണ്ടല്ലോ. ഇവിടെ ഹിന്ദുവിന് ശബരിമലയ്ക്ക് പോകാനാണെങ്കിലും പിന്നെ കുംഭമേളയ്ക്ക് പോകാനാണെങ്കിലും പിന്നെ ശിവരാത്രിക്ക് പോകാനാണെങ്കിലും ആരും ഒരു 10 പൈസ തരുന്നില്ല. അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസയും കൊണ്ടാ പോകുന്നത്. സുഹൃത്തുക്കളെ, ഏറെക്കാലമായിട്ട് നമ്മുടെ കേരളത്തിലെ സംഘികളും പ്രചരിപ്പിക്കുന്ന ഒരു വലിയ കള്ളമുണ്ട്. ആ ഒരു കള്ളത്തിന് ഒരു അവസാനം ഉണ്ടാക്കാമെന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ സംസാരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള, എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കാത്ത ഒരു ബഹുത്ത് സംഘടനയാണ്. അവരിപ്പോ ഓസ്ട്രേലിയയോ അങ്ങനെ ഏതൊരു വിദേശ രാജ്യത്താണ് അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ അത്ര കണ്ട് സ്നേഹിക്കുകയും ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന, ഇടയ്ക്ക് ഞാൻ വളരെയധികം സംസ്കാരമുള്ളവരാണെന്ന് പറയുകയും ഒപ്പം തന്നെ നല്ല പച്ചത്തുരി പറയുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഷൈനി മധുസൂദൻ എന്ന് പറയും. എന്തായാലും ഈ ആയമയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രസംഗങ്ങൾ തീർച്ചയായിട്ടും സംഘികളും തിരിച്ചറിയണം, ഒപ്പം തന്നെ സാധാരണപ്പെട്ട മറ്റു മനുഷ്യരും തിരിച്ചറിയണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ വരാൻ വിചാരിച്ചത്. ഇവർ പറഞ്ഞ ആ ഒരു കരച്ചിൽ എന്താണെന്ന് ഒന്നുകൂടി കേട്ടിട്ട് നമുക്ക് അതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. പ്ലെയിൻ പിടിച്ചിട്ട് കല്ലെറിയാൻ പോകാനായിട്ട് ബാങ്ക് സർക്കാർ സബ്സിഡി കൊടുത്ത് വിടുന്നുണ്ടല്ലോ. ഇവിടെ ഹിന്ദുവിന് ശബരിമലയ്ക്ക് പോകാനാണെങ്കിലും പിന്നെ കുംഭമേളയ്ക്ക് പോകാനാണെങ്കിലും പിന്നെ ശിവരാത്രിക്ക് പോകാനാണെങ്കിലും ആരും ഒരു 10 പൈസ തരുന്നില്ല. സുഹൃത്തുക്കളെ, അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് തുടക്കത്തിലെ പറഞ്ഞത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അങ്ങ് ദുബായിൽ പോയിട്ട് മക്കയിൽ പോയിട്ട് സാത്താന കല്ലെറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇന്ത്യയിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പണത്തെ ആ യാത്രയ്ക്ക്, പ്ലെയിൻ യാത്രയ്ക്ക് സബ്സിഡി അടക്കം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിലെ ഈ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് ഒന്ന് ശബരിമലയിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകാനോ ഒരു സബ്സിഡിയും കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ ഷൈനി മധുസൂദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട വഴിക്ക് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഹിന്ദുക്കള് ആദ്യം ചിന്തിക്കുക, ശരിയാണല്ലോ, നമുക്കെപ്പോഴും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വല്ലപ്പോഴും ഈ യാത്രാ ബത്തയായിട്ട് വല്ല സബ്സിഡിയും കിട്ടിയിരുന്നോ? ഇല്ലല്ലോ. നമുക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മുടെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്രയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഒരു സബ്സിഡി കിട്ടിയിട്ടുണ്ടോ? വളരെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്ന, അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ ആലോചിക്കുന്ന കാര്യമാണ്. ഈ ഷൈനി മധുസൂദൻ എന്ന് പറയുന്ന സംഘടന പറയുന്നതിൽ എന്തൊക്കെയോ ശരിയുണ്ടല്ലോ എന്ന് തോന്നിപ്പോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ. എന്നാൽ അത് ഞാനൊരു വ്യക്തമാക്കാം. ഇവർ പറയുന്നതിൽ വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ മെക്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉള്ളിലുള്ള ഒരു പിൽഗ്രിമേജ് അല്ല, ഒരു തീർത്ഥാടന കേന്ദ്രമല്ല. അത് ഇന്ത്യക്ക് പുറത്തുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. ഇങ്ങനെ ഇന്ത്യക്ക് പുറത്തുള്ള ഏത് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോവുകയാണെങ്കിലും അതിലേക്ക് പോകുന്ന വിശ്വാസികൾക്ക് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സബ്സിഡി നൽകുന്നുണ്ട്. അത് മുസ്ലിമുകള് മെക്കയിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഹിന്ദുക്കള് വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അത് കാശിയാണ്. കാശി യാത്രയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് സബ്സിഡി അനുവദിക്കുന്നുണ്ട്, തുക അനുവദിക്കുന്നുണ്ട് എന്നർത്ഥം. അതായത് കാശി എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്ത്യയിലല്ലാതിരിക്കുന്ന മറ്റേത് പ്രദേശത്തുള്ള ഒരു തീർത്ഥാടന യാത്രകൾക്കും നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുമെന്നുള്ളത് 100% ശരിയാണ്. അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സബ്സിഡി കിട്ടുന്നത്, വർഷാവർഷം നടക്കുന്ന കാശി യാത്രയ്ക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് ഹിന്ദുക്കൾക്ക് ഇങ്ങനെ സബ്സിഡി ലഭിക്കുന്നുള്ള ഒരു വാർത്ത മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് വിശ്വസിച്ചു പോകും. കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന ആളുകളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ ശരിയാണല്ലോ എന്ന തോന്നലിലേക്ക് ആളുകളൊക്കെ പെട്ടെന്ന് മാറിപ്പോകും. കാരണം സബ്സിഡി എല്ലാ തവണയും നമ്മുടെ മുസ്ലിങ്ങൾ വാങ്ങിക്കുന്നത്. ഇവിടെ നിന്ന് മെക്കയിലേക്ക് പോകുന്ന ആളുകൾക്ക് മുഴുവൻ സബ്സിഡി ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് സബ്സിഡി ലഭിക്കാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാണല്ലോ തോന്നിപ്പോവും. അവിടെയാണ് ഞാൻ തിരുത്തൽ വേണമെന്ന് പറഞ്ഞത്. മെക്കയിലേക്ക് പോകുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, കാശി യാത്ര നടത്തുന്ന ഹിന്ദുക്കൾക്കും, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഏത് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോവുകയാണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് സബ്സിഡി അനുവദിക്കാറുണ്ട്. ഇനി ഇമാതിരി വർത്തമാനങ്ങൾ എന്റെ പൊന്നു സംഘടന ചേച്ചി നിങ്ങൾ വീണ്ടും ആവർത്തിക്കരുത്. ഒരു തെറ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങളൊപ്പമുള്ള ഹിന്ദു മതവിശ്വാസികൾ നിങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കരുത്. അത് ഭയങ്കര തെറ്റാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് മാത്രമായി ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്ക് നമുക്ക് മെല്ലെ പോവാം. സമയമുണ്ടെങ്കിൽ, ഇത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് പിന്നാലെ കൂടാൻ ശ്രമിക്കുക. ഇതെന്റെ ചാനലാണ് താവോ ടോക്സ്. ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടാൻ ശ്രമിക്കുക. സ്നേഹത്തോടെ സനൂപ് താവോ. പ്ലെയിൻ പിടിച്ചിട്ട് കല്ലെറിയാൻ പോകാനായിട്ട് ബാങ്ക് സർക്കാർ സബ്സിഡി കൊടുത്ത് വിടുന്നുണ്ടല്ലോ. ഇവിടെ ഹിന്ദുവിന് ശബരിമലയ്ക്ക് പോകാനാണെങ്കിലും പിന്നെ കുംഭമേളയ്ക്ക് പോകാനാണെങ്കിലും പിന്നെ ശിവരാത്രിക്ക് പോകാനാണെങ്കിലും ആരും ഒരു 10 പൈസ തരുന്നില്ല. അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസയും കൊണ്ടാ പോകുന്നത്.
ഇവിടെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് സബ്സിഡി കൊടുത്തോണ്ട് ഹജ്ജിന് പോകാനായിട്ട് ഇവിടുന്ന് വിടുന്നുണ്ടല്ലോ. അവിടെ ചെന്നിട്ട് ശൈത്താന കല്ലെറിയാണല്ലോ. അപ്പൊ അവിടെ ചെന്നുകൊണ്ട് ശൈത്താന കല്ലെറിയാനായിട്ട് പോകുമ്പോ സർക്കാരിന്റെ സബ്സിഡിയോട് കൂടിയിട്ട് പോകുമ്പോ അവിടെ നടക്കുന്നത് അന്ധവിശ്വാസമല്ലേ സിന്ധു? ഫലങ്ങള് ഇവിടെ സിന്ധു സൂര്യകുമാറിനെതിരായിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് നമ്മുടെ ത്രിവേണി സംഗമം ഉണ്ടല്ലോ, ആ ഒരു മഹാകുംഭമേളയെ കുറിച്ച് വിമർശിച്ച് അവരൊരു ഒരു ചെറിയ ബൈറ്റ് ഇട്ടുണ്ടായിരുന്നു. ഒരു പ്രോഗ്രാം അവർ ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഏഷ്യാനെറ്റിലെ തലതൊട്ടപ്പനായിട്ടുള്ള BJP നേതാവടക്കം ഇത്തരത്തിലുള്ള ഏതെങ്കിലും മതവിശ്വാസികളെ അവഹേളിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇടുന്നത് ശരിയല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും അതൊക്കെ ശരിയാണ്, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവര് സിന്ധു സൂര്യകുമാറിനെയും ഏഷ്യാനെറ്റിനെയും അസല് തെറി പറഞ്ഞുകൊണ്ട് ഇവരൊരു ഗംഭീര പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ ഇടയിലെങ്ങാണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്, മക്കയിലേക്ക് പോകുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, എന്നാൽ ശബരിമലയ്ക്ക് പോകുന്ന പാവ ഹിന്ദുക്കൾക്ക് പൈസ കൊടുക്കുന്നില്ല എന്നല്ല. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരുപാട് ക്ഷേത്രങ്ങളല്ല, ആരാധനാലയങ്ങളുണ്ട്. നമ്മുടെ മമ്പുറം പള്ളിയുണ്ട്, പുത്തം പള്ളിയുണ്ട്. ഇത്തരം സ്ഥലത്തേക്ക് പോകുന്ന ഹിന്ദുക്കൾക്ക് ഒരാളെ സബ്സിഡി കൊടുക്കുന്നില്ല കേട്ടോ. അവരൊക്കെ അവരെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇന്ത്യയുടെ ഉള്ളിലല്ല, ഇന്ത്യയുടെ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് സബ്സിഡി ലഭിക്കുക. ഇനി ഇതിനൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ ആചാരപ്രകാരമോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരമോ അല്ലെങ്കിൽ കുംഭമേളയോടുള്ള കൗതുകമോ എനിവേ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങള് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് കുംഭമേളയ്ക്ക് പോയതിന് ഈ വേശ്യാനെറ്റില് ഈ ബാർബർ ഷോപ്പും തുറന്നിരിക്കുന്ന സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന വേശ്യാനെറ്റിലെ ഈ സ്ത്രീക്ക് എന്തിന്റെ ഏനക്കേടാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ആയ്മ ഇങ്ങനെ പറയാൻ കാര്യം, സിന്ധു സൂര്യകുമാർ നമ്മുടെ ആ ഒരു കുംഭമേളയെ കണക്കിട്ട് പരിഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിമർശിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത് അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഗതി എന്നാണ്. ശരിയാണ്, BJPക്ക് വോട്ട് കൂടാൻ തീർച്ചയായിട്ടും ആ ഒരു കുംഭമേള സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒപ്പം തന്നെ സിന്ധു സൂര്യകുമാർ പറഞ്ഞത് വളരെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ആളുകൾ പോലും അവിടേക്ക് ആ ഒരു വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പോയിരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അവിടുന്ന് കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്. അവിടുത്തെ ജലത്തിൽ അത് ഭീകരമായിട്ട് ഈക്കോളി ബാക്ടീരിയ, നമ്മുടെ മലത്തിൽ കാണുന്ന പക്ഷേ തീട്ടം, അതിലൊക്കെ കാണുന്ന ബാക്ടീരിയ ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഉണ്ടെന്നും ആ ബാക്ടീരിയ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വലിയ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, വയറിളക്കും മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ആശുപത്രിയിലാവാൻ സാധ്യത കൂടുതലുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. എന്തായാലും അവിടുത്തെ യോഗി ആദിത്യനാഥ് അപ്പോൾ തന്നെ അങ്ങനെയൊന്നുമില്ല, അതിലത്തെ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും വിമർശനങ്ങളായിട്ട് ചില സംഗീതജ്ഞന്മാരെ പോലും, നമ്മുടെ ഹിന്ദി സംഗീതജ്ഞന്മാരും പോലും വന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അത് പോയിട്ടൊന്ന് കുടിക്കും, ജനങ്ങളെ മുമ്പിൽ വെച്ച്, ക്യാമറയുടെ മുമ്പിൽ വെച്ച് അതിൽ നിന്ന് ഒരല്പം വെള്ളം കോരി കുടിക്കൂ എന്നൊക്കെ വെല്ലുവിളിച്ചു. എന്തായാലും അദ്ദേഹം ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് നമുക്കറിയാം. ഒരല്പ സ്വല്പമൊക്കെ സ്വന്തം ജീവനിൽ വില കൽപ്പിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹം എന്നർത്ഥം. എന്തായാലും അതിനെയാണ് ഇപ്പോൾ ഈ ആയ്മ ഗംഭീരമായിട്ട് ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണം. അതായത് ഈ പത്രപ്രവർത്തകരാണെന്ന് കരുതിയിട്ട് മറ്റുള്ളവന്റെ എല്ലാ ഭാഗങ്ങളിലും കൈയിട്ട് വരാനായിട്ട് ഇവർക്ക് ആർക്കും അധികാരം കൊടുത്തിട്ടില്ലല്ലോ കേട്ടോ. അപ്പോ ഒരു പത്രപ്രവർത്തക എന്ന് പറഞ്ഞാല് നാട്ടിൽ നടക്കുന്ന എന്താ പറയാ സംഭവ വികാസങ്ങളെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറിയിട്ട് കൈ കടത്തിയിട്ട് അവിടെ കിടന്നുകൊണ്ട് ഡ്രാമ കളിക്കുക എന്നുള്ളതൊന്നും, അങ്ങനെയാണെന്നുള്ളതൊന്നും പത്രപ്രവർത്തനത്തിന്റെ ഒരു വ്യാഖ്യാനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയതിൽ വലിയ തെറ്റുണ്ടെന്നുള്ളതാണ്. ഏതെങ്കിലും കാര്യങ്ങൾ വെറുതെ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് പത്രധർമ്മം എന്നുള്ളത് ഒരു വലിയ തെറ്റാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളെല്ലാം നമ്മൾ ഭരിച്ചിരുന്ന ആളുകളൊക്കെ വിമർശനപരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ പത്രപ്രവർത്തകരൊക്കെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഭരിക്കുന്ന ആളുകൾക്കെതിരൊക്കെ വിമർശന ബുദ്ധി എഴുതാൻ തയ്യാറാവുക. ഇവിടെ തന്നെ ആ കുംഭമേളയല്ല ഇവരെതിർക്കുന്നത്. ആ കുംഭമേള നടത്തിയത് കൊണ്ട് അവിടെ യോഗി ആദിത്യനാഥിന് എന്ത് ഗുണം കിട്ടുമെന്നതിനെ കുറിച്ചിട്ടായിരുന്നു സിന്ധു സൂര്യകുമാർ പറഞ്ഞത്. പക്ഷെ അത് ഇവർക്ക് സഹിക്കില്ല എന്നുള്ള കാര്യം സ്വാഭാവികമാണല്ലോ, നല്ല സംഘടനകളല്ല. എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാള് കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട് കേരളത്തിലെ, അതായത് 100% സാക്ഷരത നേടിയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ. അതായത് കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഗതിയാണ്. ഈ ചിന്തുവിന്റെ കണ്ണിലൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേക തുരുത്താണ്.
ആണ് കേട്ടോ, ഒരു സംശയം. സിന്ധുവിന്റെ കണ്ണിൽ മാത്രമല്ല, നിങ്ങൾ സംഘിണികളുടെ അല്ലെങ്കിൽ സംഘികളെ കണ്ണിൽ മാത്രമാണ് കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തുരുത്ത് അല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ കേരളത്തെ നിങ്ങൾ അവഗണിച്ച് ഒരു മൂലക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കേരളം ഒരു പ്രത്യേക തുരുത്ത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്ത്യ മഹാരാജ്യത്തില് ഒരു മാതൃകയായിട്ട്, അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും കുട്ടികൾക്കുള്ള അവരുടെ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഇവിടെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലായാലും ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ആഹ്ലാദത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ അനുഭവിക്കുന്ന സാഹോദര്യത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ വളരെയധികം ഉയരുന്നുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ വളരെയധികം ഉയർച്ചയിൽ തന്നെയാണ്. അതൊട്ടും സഹിക്കാത്തവരാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. കേരളം ഇന്ത്യയിലല്ല, അല്ല, കേരളത്തിനകത്താണ് ഇന്ത്യ. അതായത് ഇന്ത്യക്കകത്തല്ല കേരളം, കേരളത്തിനകത്താണ് ഇന്ത്യ. അപ്പൊ ഈ ചിന്തു പറയണത് അങ്ങനെയാണ്. ചിന്തുവിന്റെ നോട്ടത്തില് കേരളത്തില് 100% സാക്ഷരത നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസം പാടില്ല, കുംഭമേളയ്ക്ക് പോകാൻ പാടില്ല, പൂജകൾ നടത്താൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല, അങ്ങനെ 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 ഒരുപാട് തിട്ടൂരങ്ങളുണ്ട് ഇവർക്ക്. അപ്പൊ ഈ ചിന്തുവിനെ പോലുള്ള അന്തം കമ്മ്യൂണിസ്റ്റുകൾക്ക് എവളുമാർക്ക് ഈ അണ്ടി ഓഫീസിൽ പോയാലോ പാർട്ടി എന്താ പറയാ പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി ഓഫീസുകളിലും പോയി കിടന്നിട്ട് മുണ്ട് വിരിച്ച് കിടന്നാലോ അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ചാലോ ചാടിപ്പിച്ചാലോ അല്ലെങ്കിൽ വാളയാറ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയുണ്ട്? വാളയാറടക്കം അവസാന സ്ത്രീയുടെ വായിൽ വന്നു. ഇവര് ഈ ഒരു അവസാന സമയത്ത് ഇവർ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആർഷഭാരത സംസ്കാരമാണ് ഞങ്ങൾ പിന്തുടരുന്നെന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വർത്തമാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെവിടെയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ആർഷഭാരത സംസ്കാരത്തിന്റെ സംസ്കാരമുള്ളത്? ഇവർ പറയുന്ന മുഴുവൻ അശ്ലീലമല്ലേ. അണ്ടിയാപ്പീസ് എന്ന് പറയുന്നു, പിന്നീട് ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് തുണി വിരിച്ച് കിടന്നു കൊടുക്കുക എന്നുള്ള വർത്തമാനം പറയുന്നു. നോക്കൂ, എന്തൊരു അശ്ലീലമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഇവരെ ഈ വർത്തമാനം കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന സംസ്കാരം എന്നുള്ളത്. എന്തായാലും ആ ഒരു സംസ്കാരം കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ആവശ്യമില്ല. ഇപ്പോഴേ ഷൈനി എന്ന് പറയുന്ന ഈ ആയ്മ പറയുന്ന സംസ്കാരം എന്തായാലും കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല കേരളത്തിലെ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ഏതെങ്കിലും വെള്ളത്തിൽ പോയി മുങ്ങാൻ പോകുന്നതിനൊക്കെ കേരളത്തിലെ ആളുകൾ വിമർശിക്കും. കാരണം അത് രാഷ്ട്രീയപരമായിട്ടുള്ള മുങ്ങലാണ് എന്ന് കൃത്യമായിട്ടും നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഉണ്ടായിരിക്കും. അത് സിന്ധു സൂര്യകുമാരിൽ നിന്ന് മാത്രമല്ല, എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് ഏത് മതത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഞാനും അങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വിമർശിക്കുക എന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ താഴെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ഒന്നുകൂടി കാണേണ്ടതാണ്. എല്ലാ മതത്തിലും പെടുന്ന എല്ലാത്തരം പുഴുക്കുത്തുകളെയും എന്റേതായിട്ടുള്ള രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്ന സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. അപ്പോൾ ബൈ.